ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് നന്മ അല്ലെങ്കിൽ നന്മ പ്രവർത്തികൾ എന്നുള്ളത്. എന്നാൽ പല ആളുകളും നന്മ ചെയ്യുന്നതിൽ ഉത്സാഹികളാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണല്ലോ. എന്നാൽ എത്ര ഉത്സാഹികളാണെങ്കിലും എത്ര സമർപ്പണത്തോടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് മടുപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തിരുവചനത്തിൽ അനേക ഇടങ്ങളിൽ നമ്മെ ബുദ്ധി ഉപദേശിക്കുന്ന ദൈവവചനം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്ന് അതിൽ ഒരു വാക്യം വായിക്കാം. അതിനായി അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം വായിക്കട്ടെ. നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ആദ്യം ഞാൻ സൂചിപ്പിച്ചുവല്ലോ, എത്ര ഉത്സാഹികളെയും തളർത്തിക്കളയുന്ന അനുഭവങ്ങൾ നേരിടേണ്ടി വരും. അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നന്മ പ്രവൃത്തികൾക്ക് ആരംഭം കുറിക്കുവാൻ. അർപ്പിതരായ പലരും യാതൊരു ലാഭേച്ഛയും കൂടാതെയാണ് സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയുള്ളവർ പോലും തളർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അപ്പോസ്തലനാണ് തൻ്റെ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത്, ബുദ്ധി ഉപദേശിക്കുന്നത്, നിങ്ങൾ തളർന്നു പോകരുതെന്ന്. ഏതെങ്കിലും നിലയിലുള്ള തളർച്ചയുടെ അനുഭവം നേരിടേണ്ടി വരുമ്പോൾ അത്യാവശ്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫിലിപ്പ് ലേഖനത്തിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. നന്മപ്രവർത്തികൾ ഒരിക്കലും ശത്രുവായ പിശാചിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് തന്നെയാണ് ആരംഭം കുറിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഉറപ്പ് തരുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച ഒരുവനുണ്ട്, ആയാൽ തളരരുത്. നന്മ പ്രവൃത്തി ആരംഭം കുറിച്ചവർ ആരെങ്കിലും തളർന്നവരായിട്ട് ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും താങ്ങും തണലുമായി നിലനിൽക്കട്ടെ. ഇതിനോട് അനുബന്ധമായി റോമാലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഇങ്ങനെയാണ്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. കർത്താവ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നാം ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനും പ്രതിഫലം ഇല്ലാതെ പോകുകയില്ല. നന്മപ്രവർത്തികൾ ഒരിക്കലും നഷ്ടപ്രവർത്തികളല്ല. അതിനുള്ള പ്രതിഫലം കണക്കിട്ട് ദൈവം നൽകാതിരിക്കില്ല. കർത്താവ് ആർക്കും കടക്കാരനല്ല. തന്നെയുമല്ല, എളിയവർക്ക്, സാധുക്കൾക്ക്, അശരണർക്ക്, ആരുമില്ലാത്തവർക്ക് ഏതെങ്കിലും നിലയിലുള്ള സഹായം ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അത് എനിക്കാകുന്നു ചെയ്തത്. അങ്ങനെയല്ലേ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ധരിക്കാൻ വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ഇത് കേട്ടവർ ചോദിച്ചു, ഇതൊക്കെ എപ്പോഴാ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തനെ ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ എനിക്ക് ചെയ്യുന്നതാകുന്നു. ആളുകളുടെയും നിരാശയുടെ വാക്കുകൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് ഇങ്ങനെ ഞാൻ ഒരു ചെറിയ സന്ദേശം ഓരോരുത്തർക്കായി അവരുടെ ആശ്വാസത്തിനായി നൽകുന്നത്. മടിപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ബലം പകരുവാനായി ഒരു വാക്യം കൂടി ഞാൻ വായിക്കുന്നു. ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. തീർച്ചയായിട്ടും അത് ഒരു ബലമായിരിക്കും. അങ്ങനെ നമ്മുടെ തളർച്ച മാറും. സ്വർഗീയപിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നന്മ പ്രവർത്തികളുടെ മധ്യത്തിൽ തളരാതെ മുന്നേറുവാൻ, തളരാതെ പിന്നെയും തുടരുവാൻ സ്വർഗമിടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.